എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവീശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 28. അതിലെ 31 ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ നോക്കിക്കഴിഞ്ഞു, മനസ്സിലാക്കി. ഭഗവാൻ കപില വാസുദേവൻ അമ്മയ്ക്ക് അഷ്ടാംഗയോഗ പരിശീലനം, അതിൽ തന്നെ സഗുണ ധ്യാനം എങ്ങനെ പരിശീലിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കണ്ടത് ആദ്യം തന്നെ മനസ്സേകാഗ്രമാക്കാനായിട്ട് ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. മനസ്സുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോവുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ശ്വാസത്തെ അറിഞ്ഞ് പ്രാണായാമം ചെയ്ത് മനസ്സേകാഗ്രമാക്കി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭഗവാന്റെ മുഴുവനായിട്ടുള്ള സ്വരൂപത്തെയും പൂർണ്ണ ശരീരത്തോടുകൂടി ആ ഭഗവാനെ ഹൃദയത്തിൽ നമ്മളിങ്ങനെ മനസ്സിൽ കണ്ട് മനസ്സ് വ്യതിചലിക്കാതെ അതിൽ ഉറച്ചു എന്ന് കാണുമ്പോൾ ഓരോരോ ശരീരാവയവങ്ങൾ പ്രത്യേകമായി എടുത്ത് കണ്ടുകൊണ്ട് ധ്യാനിക്കുക. ഏറ്റവും ആദ്യം പറഞ്ഞത് എല്ലാ ദുഃഖങ്ങളും കൊണ്ട് നമുക്ക് സമർപ്പിക്കാനുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളെ തന്നെയായിരുന്നു. ആ തൃപ്പാദങ്ങളെ കണ്ട് ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാം. കാൽവണ്ണകൾ, കാൽമുട്ടുകൾ, തുടകൾ, അതുപോലെ അരക്കെട്ട്, മാറിടം, ഭഗവാന്റെ ഉദരം, പൊക്കിൾക്കൊടി, അതുപോലെ കണ്ടം, കൈകൾ, കയ്യിലിരിക്കുന്ന ഗദ, ശംഖ്, ചക്രം ഇവയൊക്കെ കാണാം. അത് കഴിഞ്ഞ മുഖം, ആ പുഞ്ചിരിക്കുന്ന മുഖഭാവം, ഭഗവാന്റെ ആ കടക്കൻ നോട്ടം, കടാക്ഷ വീക്ഷണം, ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാം എന്ന് പറഞ്ഞു. ശ്ലോകം 32. ഹാസം ഹരേ അവനത അഖില ലോക തീവ്രശോക അശ്രുസാഗരം വിശോഷണം അതി ഉദാരം സമോഹനായ രചിതം നിജമായയാ അസ്യ ഭ്രൂമണ്ഡലം മുനികൃതേ മകരധ്വജസ്യ. ഹാസം, ഭഗവാന്റെ ആ മന്ദഹാസം ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. ഹരേ, ഭഗവാൻ ശ്രീഹരിയുടെ അവനത, ഭഗവാനിൽ ശരണാഗതി, അഖില ലോക, അവനത എന്ന് വെച്ചാൽ ഭഗവാനിൽ ശരണാഗതി അടഞ്ഞ ഭക്തന്മാരുടെ അഖില ലോക തീവ്ര ശോക അശ്രുസാഗരം എന്ന് വെച്ചാൽ എന്താ? സകലരുടെയും അവനത അഖില ലോക, ഈ ലോകത്തുള്ള സകല ഭഗവത് ഭക്തന്മാരുടെയും തീവ്രമായ ദുഃഖത്തിൻ്റെ അശ്രുസാഗരം, ആ കണ്ണുനീർ തുള്ളികളെ ഉണ്ടല്ലോ, അതിനെ ഉദാരം, ഏറ്റവും ഉദാരമായ രീതിയിൽ വിശോഷണം എന്ന് വറ്റിച്ച് കളയുന്നതായിരുന്നു ഭഗവാന്റെ ആ മന്ദഹാസം. എത്ര ദുഃഖഭാരത്തോടു കൂടി ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ആ ഭഗവാനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതോടെ ആ ദുഃഖം മുഴുവൻ അങ്ങോട്ട് പോയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വല്ലാത്തൊരു കുളിർമയോട് കൂടിയാണ് എല്ലാ ഭക്തന്മാരും ഇറങ്ങണത്. കയറി ചെല്ലുമ്പോൾ അത്രമാത്രം ദുഃഖഭാരത്തോട് കൂടിയിട്ടായിരിക്കും പോവുക. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്നത് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട്, ആ മനസ്സൊക്കെ ഒന്ന് തണുത്തിട്ട്. എന്ത് കിട്ടിയിട്ടാ? ഒന്നും കിട്ടിയിട്ടല്ല, പക്ഷേ ഭഗവാനെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത്രയ്ക്കും കുളിർമ കിട്ടിയിട്ടാണ് എല്ലാവരും ഒന്ന് പുറത്തേക്ക് വരിക. അതാണ് ആ
ഈ ലോകത്തിലുള്ള ഭഗവാനിൽ ശരണാഗതി അടഞ്ഞ ഭക്തന്മാരുടെ എല്ലാ തീവ്രമായ ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന കണ്ണീർ കടലിനെയും ഏറ്റവും ഉദാരമായി വറ്റിച്ചു കളയുന്നതാണെന്ന് ഭഗവാന്റെ ആ മനോഹരമായ പുഞ്ചിരി, മന്ദഹാസം, ഹാസം എന്ന് പറയുന്നത്. ഇനി സമ്മോഹനായ അതിമനോഹരമായ രചിരം എന്ന് വെച്ചാൽ ആവിഷ്കരിച്ചു എന്ന്. നിജമായയ അസ്യ, ഭഗവാൻ തൻ്റെ ആ മായാശക്തിയാൽ മനോഹരമായി ആവിഷ്കരിച്ചു. എന്ത്? ഭ്രൂമണ്ഡലം. ഭഗവാന്റെ ആ പുരികക്കൊടി ഉണ്ടല്ലോ, അത് മുനികൃതേ മകരധ്വജസ്യ, മുനികൃതേ മുനിമാരെ പോലും എന്താ പറയുക മോഹിപ്പിക്കുന്ന രീതിയിൽ, മകരധ്വജസ്യ എന്ന് വെച്ചാൽ കാമദേവൻ, മുനിമാരുടെ മനസ്സിനെ പോലും ഇളക്കുന്ന ആളാണ് കാമദേവൻ അല്ലേ. അതുപോലെ എല്ലാ ഭക്തന്മാരുടെ മനസ്സിനെയും ഇളക്കുന്നതാണ് ഭഗവാന്റെ ആ മനോഹരമായ പുരികക്കൊടികളെന്ന്. അത്രയും ഉറച്ച മനസ്സോടുകൂടിയ മുനിമാരുടെ മനസ്സിനെ പോലും ഇളക്കുന്ന ആ മനോഹാരിതയെ, ആ സാഹചര്യങ്ങളെ സൃഷ്ടിക്കാൻ കാമദേവന് ശക്തിയുള്ളതുപോലെ ഏതൊരു ഭക്തന്റെ മനസ്സിനെയും ഇളക്കാൻ കഴിയുന്നതാണ് അത്യധിക മനോഹരമായ ഭഗവാന്റെ പുരികക്കൊടികൾ. അപ്പോൾ ഓരോരോ ശരീരഭാഗങ്ങളുടെ വർണ്ണനയാണ് തുടരുന്നത്. ആദ്യം പുഞ്ചിരിയെ കുറിച്ച് പറഞ്ഞു, അതായത് എല്ലാ ലോകത്തിലുമുള്ള സകല ഭക്തന്മാരുടെയും ദുഃഖ കണ്ണീരിനെ ഇല്ലാതാക്കി കളയുന്ന ആ പുഞ്ചിരിയും, അതുപോലെ ഏതൊരു മുനിയുടെ മനസ്സിനെ പോലും വലിപ്പിച്ചിങ്ങനെ മായയിൽ പെടുത്തിക്കളയുന്ന ആ കാമദേവന്റെ ശരങ്ങളെ പോലെ ഭക്തന്റെ മനസ്സിനെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന അത്രയും മനോഹരമായ പുരികക്കൊടികളാണ് ഭഗവാൻ സ്വയം ആവിഷ്കരിച്ചത്. ആ സ്വന്തം പുരികക്കൊടികളായി അങ്ങനെ ആവിഷ്കരിച്ചത് നമ്മുടെ ഭക്തന്റെ മനസ്സിനെ അങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന്. ശ്ലോകം 33. ധ്യാന അയനം പ്രഹസിതം ബഹുല അധര ഓഷ്ട ഭാസ അരുണായിത തനുദ്വിജ കുന്ദ പങ്ക്തി ധ്യായേത് സ്വദേഹ കുഹരേ അവസിതസ്യ വിഷ്ണോഃ ഭക്ത്യാ ആർദ്രയാ അർപ്പിതമനാന പ്രദഗ്ധിദൃക്ഷേത്. ധ്യാനായനം ധ്യാന അയനം പ്രഹസിതം ബഹുല അധര ഓഷ്ട ഭാസ അരുണായിത തനുദ്വിജ കുന്ദ പങ്ക്തി ധ്യായേത് സ്വദേഹ കുഹരേ അവസിതസ്യ വിഷ്ണോഃ ഭക്ത്യാ ആർദ്രയാ അർപ്പിതമനാ ന പ്രദഗ്ധിദൃക്ഷേത്. ധ്യാന അയനം, അതായത് ഭക്തൻ, അയനം എന്ന് വെച്ചാൽ നിഷ്പ്രയാസം, അനായാസം ഭക്തനെ ധ്യാനിക്കാൻ കഴിയാനായിട്ട് പ്രഹസിതം, അതിനായിട്ടുള്ള പുഞ്ചിരി. ഭഗവാൻ പുഞ്ചിരിക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്നൊരു ഭക്തനിങ്ങനെ അനായാസം കണ്ട് ധ്യാനിക്കാൻ പറ്റിയത് ഭഗവാന്റെ പുഞ്ചിരിയാണ്. അങ്ങനെയുള്ള പുഞ്ചിരി എങ്ങനെയാണെന്നാണ് പറയുന്നത്? ബഹുല അധര ഓഷ്ട, ഭഗവാന്റെ അത്യധികം ആ അധര ഓഷ്ടം എന്ന് വെച്ചാൽ ആ ചുണ്ടുകൾ ഉണ്ടല്ലോ, ആ ചുണ്ടുകളുടെ ഭാസ അരുണായിത, ഭാസം അരുണായിത എന്ന് വെച്ചാൽ ചുവപ്പ് നിറത്തിൽ പ്രകാശിക്കുന്ന ചുണ്ടുകൾ, അതിങ്ങനെ മനസ്സിൽ കാണാം. അതാണ് ചുവപ്പ് നിറത്തിൽ പ്രകാശിക്കുന്ന അത്യധികം തേജസ്സോടു കൂടിയ ഭഗവാന്റെ ആ ചുണ്ടുകൾക്കിടയിൽ തനു ദ്വിജ, ചെറിയ ചെറിയ, തനു എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുന്തപങ്ക്തി, മുല്ലപ്പൂക്കളുടെ നിര പോലെയുള്ള പല്ലുകൾ എന്ന്. അപ്പം അങ്ങനെ ചിരിക്കുന്ന ആ മുഖത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. അതായത് അത്യധികം തേജസ്സോടുകൂടി ചുവന്ന് തൊടുത്ത ആ മനോഹരമായ ചുണ്ടുകൾ, പ്രകാശിച്ചു നിൽക്കുന്ന ചുണ്ടുകളുടെ ഉള്ളിൽ മുല്ലപ്പൂ നിര പോലെ ചെറിയ ചെറിയ മനോഹരമായ പല്ലുകൾ കാണിച്ചുള്ള ഭഗവാന്റെ ആ പുഞ്ചിരി. ഭഗവാൻ അങ്ങനെ പുഞ്ചിരിക്കാൻ കാരണം ഭക്തനെ നിഷ്പ്രയാസം ആ പുഞ്ചിരിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാം. അതിനു വേണ്ടിയാണ് അത്രയും മനോഹരമായിട്ട് അത് അങ്ങനെ പുഞ്ചിരിക്കുന്നത് ഭഗവാൻ എന്നും. ഇനി ധ്യായേത്, ധ്യാനിക്കണം. ഇനി സ്വദേഹ കുഹരേ അവസിതസ്യ വിഷ്ണോഃ, സ്വദേഹ കുഹരേ എന്ന് വെച്ചാൽ സ്വന്തം ഹൃദയത്തിൻ്റെ കുഹരേ എന്ന് വെച്ചാൽ അന്തർഭാഗത്ത്, അവസിതസ്യ വസിക്കുന്നവനായ വിഷ്ണോഃ ആ ഭഗവാൻ വിഷ്ണുവിനെ ഭക്തിയോടെ ആർദ്രമായ ഭക്തിയോടെ, നിഷ്കളങ്കമായ ഭക്തിയോടെ, അർപ്പിതമന ആ ഭഗവാനിൽ സമർപ്പിച്ച മനസ്സോടെ ന പൃഥക് ധ്യായേത് ധ്യാനിക്കണം. അപ്പോൾ ന പൃഥക് ദിദൃക്ഷേത്, പൃഥക് എന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും, ദിദൃക്ഷേത് എന്ന് വെച്ചാൽ കാണാൻ, ന ഒരാഗ്രഹവും പിന്നെ തോന്നിയില്ല എന്നാണ്. ഇതിലും വലുതായിട്ട് ഈ ലോകത്ത് ഇനി ഒന്നും കാണാൻ ആഗ്രഹിക്കില്ല എന്നാണ് ആ ഭക്തൻ. അപ്പം
ഭക്തൻ്റെ മനസ്സിൽ ധ്യാനിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഏറ്റവും നിഷ്പ്രയാസം ധ്യാനിക്കാൻ വേണ്ടി ചുവന്ന് തൊടുത്ത ചുണ്ടുകളുടെ നടുവിൽ മുല്ലപ്പൂ പോലുള്ള പല്ലുകൾ കാണിച്ചുള്ള മനോഹരമായ പുഞ്ചിരി, അത് പെട്ടെന്ന് മനസ്സിലെടുത്ത് കണ്ട് ധ്യാനിക്കാൻ പറ്റും. അതുമാത്രം അങ്ങനെയുള്ള ആ ഭഗവാന്റെ മുഖം ഹൃദയാന്തർഭാഗത്ത് കണ്ടുകൊണ്ട്, വിഷ്ണു ഭഗവാന്റെ മുഖം ഹൃദയാന്തർഭാഗത്ത് കണ്ടുകൊണ്ട് ധ്യാനിക്കുന്ന ഒരു ഭക്തനെ അതിനും പുറത്ത് ഇനി മറ്റെന്തെങ്കിലും കാണാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടാവില്ല. അത്രയ്ക്കും ആർദ്രമായ ഭക്തിയോടെ, അർപ്പിതമായ മനസ്സോടെ ഭഗവാന്റെ പുഞ്ചിരി മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുന്ന ഒരു ഭക്തനെ പിന്നീട് മറ്റൊന്നും കാണാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടാവില്ല. അതിലിങ്ങനെ ലയിച്ച് നമുക്കൊന്ന് പരിശീലിച്ച് നോക്കാൻ വേണമെങ്കിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ആ പുഞ്ചിരിച്ച മുഖം മാത്രം ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എത്ര നേരം എനിക്ക് വേറൊരു ചിന്തയും വരാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ മറ്റൊരു ചിന്തയും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ആ പുഞ്ചിരിച്ച പല്ലുകളൊക്കെ കാണാൻ സാധിക്കും മനസ്സിൽ. അപ്പോൾ അതാണ് നിഷ്പ്രയാസം ധ്യാനിക്കാൻ പറ്റുന്ന രീതിയിൽ ആ പുഞ്ചിരിയെ അർപ്പിതമായ മനസ്സോടെ ഭക്തിയോടെ ഒരു ഭക്തൻ മനസ്സിൽ കണ്ട് ധ്യാനിച്ചാൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു കാഴ്ചകളെ ഈ ലോകത്ത് കാണാൻ അവൻ ആഗ്രഹം ഉണ്ടാവില്ല എന്ന്. ശ്ലോകം 34. ഇനി അങ്ങനെ ഭഗവാന്റെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ച് അതിലിങ്ങനെ നിമഗ്നനായിട്ട് ഇരുന്ന് മറ്റൊരു ചിന്തകളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. മനസ്സ് സമമാകുന്ന അവസ്ഥ, ഒരേ പോയിന്റിൽ ഇങ്ങനെ ഒരേ രൂപത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ, അതാണ് സമാധി. ആ അവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ശ്ലോകം 34. ഏവം ഹരൗ ഭഗവതി പ്രതിലബ്ധഭാവഃ ഭക്ത്യാ ദ്രവദ്ഹൃദയ ഉത്പുളക പ്രമോദാത് ഔത്കണ്ഠ്യ ബാഷ്പകലയാ മുഹുഹു അർദ്യമാന തത് ച അഭിചിത്തബഡിശം ശനകൈ വിയുക്തേ. ഏവം ഹരൗ ഭഗവതി പ്രതിലബ്ധഭാവ ഭക്ത്യാ ദ്രവദ്ഹൃദയ ഉത്പുളക പ്രമോദാത് ഔത്കണ്ഠ്യ ബാഷ്പകലയാ മുഹുഹു അർദ്യമാന തത് ച അഭിചിത്തബഡിശം ശനകൈ വിയുക്തേ. ഏവം ഇപ്രകാരം ഭഗവതി ഹരൗ ഭഗവാൻ ശ്രീഹരിയിൽ പ്രതിലബ്ധഭാവ മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭക്തന് ഭക്തിയാൽ ദ്രവദ് ഹൃദയ അവൻ്റെ ഹൃദയം ദ്രവദ് എന്ന് വെച്ചാൽ ഉരുകി പോകുന്നു എന്ന് വെച്ചാൽ എന്താ, മനസ്സില്ലാണ്ടാവണമെന്ന്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, ചിന്തകൾ. മനസ്സില്ലാണ്ടാവുക, ഉരുകിയിട്ട് ചിന്തകളില്ലാതെ ഉരുകിപ്പോയിട്ട് ഉത്പുളക പ്രമോദാത്ത് ആനന്ദത്താൽ ഉത്പുളകം രോമാഞ്ചം വന്നിട്ട് ഔത്കണ്ഠ്യ ബാഷ്പകലയാൽ തീവ്രമായ ഭക്തിയുടെ ഉത്കണ്ഠയാൽ കണ്ണുനീർ ഇങ്ങനെ ഉറ്റുറ്റു വീണ് ആ ധാരയിൽ മുഹു വീണ്ടും മർദ്യമാന മുങ്ങിപ്പോകുന്നു അവൻ്റെ മനസ്സ്. അങ്ങനെയുള്ള തത് ച അഭിചിത്തം ആ മനസ്സ് ഭടിശം എന്ന് വെച്ചാൽ കൊളുത്ത്, ഭഗവാനാകുന്ന കൊളുത്തിൽ കുടുങ്ങിയിട്ട് ശനകൈ പതുക്കെ വിയുങ്തേ എന്ന് വെച്ചാൽ ഇല്ലാതാകുന്നു എന്ന്. മനസ്സ് ഇല്ലാതാകുന്നു, ചിന്തയില്ല എന്നാൽ മനസ്സില്ല, ഇല്ലാതാകുന്നു എന്നർത്ഥം. അപ്പോൾ ഇപ്രകാരം ഭഗവാന്റെ ഓരോ ശരീരാവയവങ്ങൾ ഓരോന്നിൽ മനസ്സുറപ്പിച്ച് കണ്ട് ധ്യാനിച്ച് അതിൽ തന്നെ വ്യതിചലിക്കാതെ നിൽക്കുമ്പോൾ ആ ഭഗവാന്റെ രൂപത്തിൽ മനസ്സുറച്ചു കഴിഞ്ഞാൽ അവിടെ ഭക്തിയാൽ മനസ്സ് ഉരുകിയില്ലാതായിട്ട് ആ ഭക്തിയുടെ ആനന്ദത്തിൻ്റെ ആ രോമാഞ്ചം വരെ വന്നിട്ട് അതിലൂടെ ആ ഭക്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദ കണ്ണീരിങ്ങനെ ധാരധാരയായി ഒഴുകി വീണെന്ന് ആ ഭക്തിയുടെ ആനന്ദത്തിൽ മുഴുകി അങ്ങനെ കിടക്കുന്ന അവൻ്റെ മനസ്സ് അതോടെ ഭഗവാനാകുന്ന, അതായത് ബഡിശം എന്ന് വെച്ചാൽ കൊളുത്ത്, ഭഗവാനാകുന്ന കൊളുത്തിൽ കുടുങ്ങിയിട്ട് പതുക്കെ മനസ്സ് വിയുക്തേ എന്ന് വെച്ചാൽ ഇല്ലാണ്ടാവുന്നു, എന്നുവെച്ചാൽ ചിന്തകളില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനെ മറ്റൊരു പേരിൽ വിളിക്കുന്നതാണ് സമാധി എന്ന അവസ്ഥയെ മനസ്സ് പ്രാപിക്കുന്നു എന്നർത്ഥം. അതായത് മനസ്സില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് ആ യോഗി, ആ ഭക്തൻ എത്തുന്നു എന്നർത്ഥം. ശ്ലോകം 35. അങ്ങനെ സംഭവിക്കുമ്പോൾ മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം നിർവാണം ഋച്ഛതി മനസഹസായതാർച്ചി ആത്മാനം അത്ര പുരുഷഃ അവ്യവധാനം ഏക അന്വീക്ഷതേ പ്രതിനിവൃത്ത ഗുണപ്രവാഹ. മുക്താശ്രയം ഇപ്രകാരം
മുക്ത ആശ്രയം എന്ന് വെച്ചാൽ ഒന്നിനെയും ആശ്രയിക്കാതെ എല്ലാ ആശ്രയത്തിൽ നിന്നും മുക്തമായിട്ടിട്ട എനിക്ക് ജീവിക്കാൻ അവർ വേണം, ഇവരുടെ സന്തോഷം വേണം, ഈ സാഹചര്യം വേണം, ഞാൻ സന്തോഷമായിരിക്കണമെങ്കിൽ ഇവരെല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറണം, അങ്ങനെ ഒന്നിനെയും ആശ്രയിക്കാതെ, അതാണ് മുക്താശ്രയം. ഒന്നിനെയും ആശ്രയിക്കാതെ യർഹി എപ്പോഴാണോ നിർവിഷയം ഒരു വിഷയത്തെക്കുറിച്ചുമുള്ള ചിന്തയില്ലാതെ വിഷയങ്ങളിൽ നിന്നൊക്കെ നിർമുക്തനായിട്ട് വിരക്തം പൂർണ്ണ വിരക്തനായി നിർവാണം ഋച്ഛതി, നിർവാണം മുക്തിയെ ഋച്ഛതി എന്ന് വെച്ചാൽ പ്രാപിക്കുന്നത് മനസഹസ സഹസ വളരെ പെട്ടെന്ന് തന്നെ ആ മനസ്സ് യഥാ അർച്ചി ഒരു ജ്വാല പോലെ, അർച്ചി എന്ന് വെച്ചാൽ തീജ്വാല പോലെ, യഥാ എന്ന് വെച്ചാൽ പോലെ പ്രകാശിക്കുന്നു. ആ മനസ്സൊരു തീജ്വാല പോലെയാകുന്നു എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇപ്രകാരം മനസ്സില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും, മനസ്സുകൊണ്ടാണല്ലോ നമ്മൾ ഓരോന്നിനെ ആശ്രയിക്കുക, ആ സാഹചര്യം വേണം, ഈ സാഹചര്യം വേണം, ഒന്നിനെയും ആശ്രയിക്കാതെ പൂർണ്ണ വിരക്തനായിട്ട് ഒരു വിഷയങ്ങളെക്കുറിച്ചും ചിന്തയില്ലാതെ ആകുന്ന മുക്തി നേടുന്ന ആ മനസ്സ് വളരെ പെട്ടെന്ന് തന്നെ ഒരു ജ്വാല കണക്കെ, ഇങ്ങനെ തീജ്വാല കണക്കെ പ്രകാശിക്കുന്നു. ഇനി പറയാണ് ആത്മാനം അത്ര, അത്ര അപ്പോൾ ആത്മാനം താൻ തന്നെയാണ് പുരുഷ ജീവാത്മാവ്. അപ്പോഴാണ് അത് അറിയുന്നത് കേട്ടോ, ഈ അവസ്ഥയിൽ എത്തണം. അപ്പോൾ അത്ര എന്ന് വെച്ചാൽ അപ്പോൾ ആത്മാനം താൻ തന്നെയാണ് പുരുഷ ജീവാത്മാവ് എന്ന് അവ്യവദാനം, അവ്യവദാനം എന്ന് വെച്ചാൽ ഒരു വേർതിരിവുമില്ലാത്ത ഏകമായിട്ടുള്ള ആ ഒരു അദ്വൈതം താൻ തന്നെയാണെന്ന്, ആ അദ്വൈതമാകുന്ന ജീവാത്മാവ് താനാണെന്ന് അന്വീക്ഷതേ അനുഭവിച്ചറിയുന്നു. അപ്പോൾ പ്രതിനിവൃത്ത ഗുണപ്രവാഹ ത്രിഗുണങ്ങളാകുന്ന സത്വരജ തമോണ ഗുണങ്ങളുടെ എല്ലാ വ്യതിചലനങ്ങളും അവിടെ നിശ്ചലമാകുന്നു എന്നാണ്. ഒരു വ്യതിയാനവും ഇല്ലാത്ത രീതിയിൽ അവിടെ അദ്വൈതമാകുന്ന ജീവാത്മാവാണ് താൻ എന്ന് അനുഭവിച്ചറിയുന്നു. അപ്പോൾ ആ അനുഭവത്തിലേക്ക് എത്തണമെങ്കിൽ ഏത് അവസ്ഥകളിലൂടെയൊക്കെ പോരണം നോക്കൂ. ഭഗവാന്റെ സ്വരൂപ സഗുണ ധ്യാനത്തിലൂടെ ഭഗവാന്റെ രൂപത്തിൽ ശരീരരൂപത്തിൽ മനസ്സ് ഏകാഗ്രപ്പെട്ട് അതിൽ നിന്നും വ്യതിചലിക്കാത്ത അവസ്ഥയിൽ കുറേ സമയം അങ്ങനെ കണ്ടുകൊണ്ട് നിമഗ്നനായി ഇരിക്കാൻ കഴിയുമ്പോൾ മനസ്സ് സമാധി അവസ്ഥയെ, സമമാകുന്ന അവസ്ഥയെ പ്രാപിക്കുന്നു. അപ്പോൾ നിരാശ്രയത്വവും വിരക്തിയും നിർമുക്തവും നിർവാണാവസ്ഥയെയും പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മനസ്സ് ഒരു ജ്വാല പോലെ വളരെ പെട്ടെന്ന് തന്നെ പ്രകാശിച്ച് അപ്പോഴാണ് ഞാനാണ് പുരുഷനാകുന്ന ജീവാത്മാവ് എന്ന് തിരിച്ചറിയുന്നു. അതിൻ്റെ പ്രത്യേകത എന്താ? അവ്യവദാനം എന്ന് വെച്ചാൽ ഒരു വേർതിരിവുകൾ, ദ്വൈതമില്ലാത്ത ഏകമാകുന്ന അദ്വൈതമാകുന്ന പുരുഷൻ ജീവാത്മാവ് താനാണെന്ന് അനുഭവിച്ചറിയുന്നു. സകല ത്രിഗുണാത്മക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ അധികരിച്ച് കടന്ന് അതിനെയൊക്കെ നിശ്ചലമാക്കിക്കൊണ്ട് താനാണ് ജീവാത്മാവ് എന്ന അവസ്ഥയെ അനുഭവിച്ചറിയുന്നത് അപ്പോഴാണ്. അമ്മ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? മകനെ, എങ്ങനെയാണ് ഒരു പുരുഷനെ ഞാൻ പ്രകൃതിയല്ല ഞാൻ പുരുഷനാണ് എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുക? ഇത് തമ്മിൽ എപ്പോഴും ഒരുമിച്ചല്ലേ നിൽക്കുന്നത്, ഇത് പിരിഞ്ഞു നിൽക്കുന്നില്ല. അപ്പോഴെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെയാണ് എത്തിയത്. അപ്പോഴാണ് ആ പുരുഷന് ഞാൻ ആത്മാവാണ് എന്ന അവസ്ഥയെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. അതിനുള്ള വഴി എന്തായിരുന്നു? വന്ന വഴി മനസ്സ് ഇല്ലാതാവണം, ഏകാഗ്രമാവണം. അതിന് സഗുണ ധ്യാനമാണ് ഏറ്റവും എളുപ്പം അല്ലേ? നിർഗുണ ധ്യാനം ചെയ്യാൻ നമുക്ക് ഒന്നുമില്ലാത്ത ശൂന്യതയിലേക്ക് ധ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് സഗുണ ധ്യാനം, ശരീരത്തോടു കൂടിയ ഭഗവാന്റെ ശരീരരൂപത്തിൽ മാത്രം ഏകാഗ്രപ്പെട്ടുകൊണ്ടുള്ള ധ്യാനം. അപ്പോൾ ഒന്നേ അതിൻ്റെ ഉദ്ദേശമുള്ളൂ, മനസ്സ് നിശ്ചലമാവുക, ചിന്തകളില്ലാത്ത രീതിയിൽ അടങ്ങുക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് പുരുഷനാണ് ഞാൻ എന്ന് വേർതിരിച്ച് ഒരു ആത്മാവിനെ അറിയാൻ സാധിക്കുന്നത്. കാരണം ആത്മാവ്, മനസ്സിൻ്റെ ഇളക്കം മുഴുവൻ ആത്മാവ് വിചാരിക്കുന്നത് ഞാനാ ഇളകണേന്ന് അല്ലേ? നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിലിരുന്നിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ഞാനാണ് അത് ചെയ്തത്, എനിക്ക് നാളെ അങ്ങോട്ട് പോകണം, എൻ്റെയാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ കൊണ്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ചലനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആത്മാവ് ഞാനാണ് അത് ചെയ്യുന്നത് എന്ന ധാരണയിൽ നിന്നുകൊണ്ടാണ് ആ കർമ്മത്തിൽ ആ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. പക്ഷേ മനസ്സിൻ്റെ ആ ചലനം ശക്തിയാണ് ചലിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ആ ചലനം ഇല്ലാണ്ടാവണം. അപ്പോഴാണ് ആത്മാവിന്
ഞാനല്ല. അപ്പം ചലനം, ഞാൻ ചലിക്കുന്നില്ലല്ലോ, അപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് ആത്മാവിനറിയാം, പക്ഷെ ചലിക്കുന്നില്ലല്ലോ. അപ്പോഴാണ് ആത്മാവ് സ്വന്തം അസ്തിത്വത്തെ അറിയുള്ളൂ. അപ്പം മനസ്സിൻ്റെ ചലനമാകുന്ന ചിന്തകൾ ഇല്ലാതാകണമെങ്കിൽ സഗുണധ്യാനമാണ് ഏറ്റവും എളുപ്പമാർഗമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ശ്ലോകം 36. സഹ അഭി ഏതയാ ചരമയാ മനസാ നിവൃത്യ തസ്മിൻ മഹിംനി അവസിതഃ സുഖദുഃഖബാഹ്യേ ഹേതുത്വം അഭി അസതി കർത്തരി ദുഃഖയോർയത് സ്വാത്മൻ വിദത്ത ഉപലബ്ധ പരാത്മകാഷ്ടഃ. സഹ അഭി ഏതയാ ചരമയാ മനസഃ നിവൃത്യ തസ്മിൻ മഹിംനി അവസിതഃ സുഖദുഃഖബാഹ്യേ ഹേതുത്വം അഭി അസതി കർത്തരി ദുഃഖയോർയത് സ്വാത്മൻ വിദത്ത ഉപലബ്ധ പരാത്മകാഷ്ടഃ. ആ അവസ്ഥയിൽ സ്വയം ഞാൻ ആത്മാവാണെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു യോഗിയുടെ മനസ്സ് എന്തായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് കേട്ടോ. സഹ അഭി, അങ്ങനെയുള്ള അവസ്ഥയിലെത്തിയ ആ യോഗിയാകട്ടെ, അവൻ ഏതയാ ആത്യന്തികമായി ചരമയാ മനസാ നിവൃത്യ, അതായത് അവൻ്റെ മനസ്സ് നിവൃത്യ എന്ന് വെച്ചാൽ മുക്തിയാൽ, അതായത് ചരമയ, എല്ലാ വിധത്തിലുള്ള എന്താ പറയുക, മനസ്സ് ചരമം എന്ന് വെച്ചാൽ മരിച്ചു പോകുക എന്ന് വെച്ചാൽ മനസ്സില്ലാണ്ടാവുക എന്നാണ്. മനസ്സില്ലാതായിട്ട് എല്ലാ ചിന്തകളിൽ നിന്നും ആ മനസ്സ് മുക്തമാവുന്നതോടുകൂടി തസ്മിൻ മഹിംനി അവസിതഃ, തസ്മിൻ സ്വന്തം മഹിംനി മഹത്വം എന്താണെന്ന് അവസിതഃ അറിഞ്ഞ് അതിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ആത്മാവാണെന്ന് സ്വന്തം മഹത്വം അറിഞ്ഞ് ആ മനസ്സ് അതിൽ തന്നെ സ്ഥിതി ചെയ്ത് അവസിതഃ സ്ഥിതി ചെയ്ത് സുഖദുഃഖബാഹ്യേ, സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ പുറത്തേക്ക് തള്ളുന്നു. സുഖവും ദുഃഖമൊന്നും ഇല്ല പിന്നെ മനസ്സിൽ, അതിനെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് സ്വന്തം ഞാൻ ആത്മാവാണെന്ന തിരിച്ചറിവിൽ എത്തിക്കഴിഞ്ഞാൽ സ്വന്തം മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി സ്ഥിതി ചെയ്തുകൊണ്ട്, അത് മാത്രമല്ല അപ്പോഴാണ് തിരിച്ചറിയുന്നത് ദുഃഖയോർ ദുഃഖത്തിന് ഏതെന്ന് വെച്ചാൽ ഏതൊന്നാണോ ദുഃഖയോഹോ, താൻ ഇത്ര കാലം അനുഭവിച്ച ദുഃഖം, ടെൻഷൻ, ഭയം, ആകുലതകൾ, ചിന്തകൾ, ഇതിൻ്റെ ഒക്കെ കാരണം ഹേതു അഭി, അതിൻ്റെയൊക്കെ കാരണമായിരിക്കുന്നത് അസതി കർത്തരി. അസതി എന്ന് വെച്ചാൽ എന്താർത്ഥം? ആ അസത്തായിട്ടുള്ള, അതായത് ആ കർത്തരി എന്ന് വെച്ചാൽ എന്താ പറയുക, കർത്തൃത്വബോധം, ഞാൻ എന്ന വ്യക്തിബോധം, എൻ്റെ മിഥ്യാഹങ്കാരമാകുന്ന അജ്ഞത. അസതി എന്ന് വെച്ചാൽ അജ്ഞതയാണ് എൻ്റെ ദുഃഖത്തിന്, ഇത്രയും നാൾ ഞാൻ അനുഭവിച്ച ദുഃഖം, ടെൻഷൻ, ഇതിനൊക്കെ കാരണമെന്ന് തിരിച്ചറിഞ്ഞിട്ട് സ്വാത്മൻ വിദത്ത, താൻ ആ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ന അവസ്ഥയെ അതിനെ അനുഭവിക്കുന്നു. ഉപലബ്ധ പരാത്മകാഷ്ട. ഉപലബ്ധ എന്ന് വെച്ചാൽ നേടുന്നു, പരാത്മകാഷ്ട പരമമായ സത്യത്തിലെ നേടുന്നു എന്ന്. അപ്പം ആ സമാധി അവസ്ഥയിൽ മനസ്സുകൊണ്ട് ഞാൻ ആത്മാവാണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ആ യോഗിയുടെ മനസ്സ് ചരമയ, ഇല്ലാണ്ടായി ആ മനസ്സ്. അങ്ങനെ എല്ലാത്തിൽ നിന്ന് മുക്തമായ ആ മനസ്സ് അപ്പോഴാണ് സ്വന്തം മാഹാത്മ്യത്തെ അറിഞ്ഞ് അതിൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ സുഖദുഃഖങ്ങളൊക്കെ ഇല്ലാതായി ഇത്രയും കാലം താൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ കാരണം ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ന എൻ്റെ തെറ്റായ ചിന്ത, തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ എൻ്റെ ആ അഹങ്കാരം, അല്ലെങ്കിൽ എൻ്റെ അജ്ഞതയാണ് അതിന് കാരണം എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചു വെച്ച് ആത്മാവിനെ, താൻ തന്നെയാകുന്ന ആത്മാവിനെ അറിഞ്ഞ് പരമസത്യത്തെ നേടുന്നു ആ മനസ്സെന്ന്. അപ്പോൾ ഇത്രയും കാലം എന്തായിരുന്നു ആ തെറ്റിദ്ധാരണ? മനസ്സിലുണ്ടാകുന്ന സാത്വിക ചിന്ത, രാജസിക ചിന്ത, താമസിക ചിന്ത എന്ന് വെച്ചാൽ ദൈവിക ചിന്തയുണ്ടാവും, ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നേടാനും വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹങ്ങൾ, കാമം, ക്രോധം, എല്ലാ ചിന്തകളും വികാരങ്ങളും മനസ്സിലുണ്ടായപ്പോൾ ഈ മനസ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള കാരണം പ്രകൃതിയാണ്. പ്രകൃതിയുടെ ശക്തി കൊണ്ടാണ് അത് ചലിക്കുന്നത്. മായയുടെ ത്രിഗുണങ്ങളാൽ വരുന്ന ചലനമായിരുന്നു. പക്ഷേ പുരുഷനാകുന്ന ആത്മാവ് ഞാൻ സങ്കടപ്പെടുന്നു, ഞാൻ വിഷമിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ നേടിയതാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ ആൾക്കാരാണ്, ഇങ്ങനെ പറഞ്ഞ് ഇതിൽ ഒരു തെറ്റിദ്ധാരണയിൽ പെട്ട് കിടക്കുന്നത്. അതാണ് അജ്ഞത. ഞാനാണ് ഇവിടെ ചലിക്കുന്നത് എന്ന അജ്ഞത കൊണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം ഈ ദുഃഖം അനുഭവിച്ചത് എന്ന് ആ മനസ്സ് തിരിച്ചറിയുകയും ചെയ്യുന്നു.
ശ്ലോകം 37. ദേഹം ച തം ന ചരമഃ സ്ഥിതം ഉത്തിതം വാ സിദ്ധോഹോ വിപശ്യതി യതഃ അദ്യഗമത് സ്വരൂപം. അദ്യഗമത് സ്വരൂപം അല്ലെ, അദ്യഗമത് സ്വരൂപം. ദൈവാത് ഉപേദം അത ദൈവവശാത് അഭേദം വാസഹ യഥാ പരികൃതം മദിരാമത അന്ധ. ഇപ്പൊ ദേഹം ച തം ന ചരമഃ സ്ഥിതം ഉത്തിതം വ സിദ്ധോ വിപശ്യതി യതോ അദ്യഗമത് സ്വരൂപം ദൈവാതുഭേദം അത ദൈവവശാത് അഭേദം വാസഹ യഥാ പരികൃതം മദിരാമത അന്ധ. അപ്പൊ പറയാണ് ദേഹം ച തം, ആ ഭൗതിക ശരീരം, അതുപോലെ അപ്പോൾ ആ യോഗിയുടെ ഭൗതിക ശരീരത്തെ എന്താവുന്നാണ് പറയുന്നത് കേട്ടോ. ചരമഹ, ആ യോഗിയുടെ, ആ ഭക്തൻ്റെ ചരമം എന്ന് വെച്ചാൽ മരിച്ചുപോയത് എന്തായിരുന്നു? മനസ്സാണ്. മനസ്സ് ഇല്ലാതായതോടുകൂടി ആ യോഗിക്ക് തൻ്റെ ഭൗതിക ശരീരം സ്ഥിതം എന്ന് വെച്ചാൽ ഇരിക്കുക, ഉത്തിതം ഉണരുക, എഴുന്നേൽക്കുക, സിദ്ധഹ ഒരു സിദ്ധന് അവൻ്റെ മനസ്സ് ഇല്ലാതായതോടുകൂടി ആ ശരീരം ഇരിക്കുന്നു, ഉണരുന്നു, എഴുന്നേൽക്കുന്നു എന്നിങ്ങനെയുള്ള, അതുപോലെ എന്നിങ്ങനെയുള്ള ആ ഒരു ശരീരത്തിൻ്റെ അനക്കത്തെ ന വ്യപശ്യതി അറിയാൻ പറ്റില്ല എന്നാണ്. ഞാൻ ഇരിക്കുകയാണ്, ഞാൻ ഉറങ്ങുകയാണ്, ഞാൻ എഴുന്നേൽക്കുകയാണ് എന്നിങ്ങനെയുള്ള ശരീരം ചെയ്യുന്ന കാര്യങ്ങളെ ഒന്നും തന്നെ ആ സിദ്ധന് പിന്നെ മനസ്സ് മരിച്ചു കഴിഞ്ഞാൽ, മനസ്സില്ലാതായി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു പ്രക്രിയയെയും ആ യോഗിക്ക് പിന്നെ അറിയാൻ പറ്റില്ല. ന വിപശ്യതി എന്ന് വെച്ചാൽ അറിയാൻ പറ്റില്ല. യതഃ അദ്യഗമത് സ്വരൂപം, അവനവൻ്റെ സ്വരൂപം എന്ന് വെച്ചാൽ ഞാൻ ഇന്നതാണ്, ആത്മാവാണ് എന്ന സ്വരൂപത്തെ അദ്യഗമത് അറിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഞാൻ ആത്മാവാണ് എന്ന സ്വരൂപത്തെ ഒരു സിദ്ധൻ, ഒരു യോഗി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മനസ്സ് അടങ്ങി ഇല്ലാതാകുന്നതോടെ ശരീരത്തിനുണ്ടാകുന്ന ചലനങ്ങളൊന്നും തന്നെ ഞാൻ എഴുന്നേറ്റു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ എന്നുള്ള തോന്നലുണ്ടല്ലോ, ഉറങ്ങുന്നു എന്ന് കരുതി ഉറങ്ങുന്നില്ല, എഴുന്നേൽക്കുന്നില്ല എന്നല്ല, ഞാൻ ഉറങ്ങുന്നു, ഞാൻ എഴുന്നേൽക്കുന്നു, ഞാൻ ഇരിക്കുന്നു എന്നിങ്ങനെയുള്ള ചലനങ്ങളൊന്നും മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ചലനങ്ങൾ ആ യോഗി സിദ്ധൻ അറിയുന്നില്ല. അതുമാത്രമല്ല ദൈവവശാത് അഭേദം, ദൈവത്തിൻ്റെ വിധിപ്രകാരം, അതായത് ദൈവഹിതി പ്രകാരം അഭേദം എന്ന് വെച്ചാൽ വേർപെട്ടു പോവുക, മരിച്ചു പോവുക. ദൈവാതുഭേദ അധഹ, ദൈവാതുഭേദം എന്ന് വെച്ചാൽ ദൈവവിധി പ്രകാരം തിരിച്ചു വരിക. ഉഭേദം എന്ന് വെച്ചാൽ തിരിച്ചു വരിക, അഭേദം എന്ന് വെച്ചാൽ പോവുക. അപ്പൊ ഈശ്വര നിശ്ചയപ്രകാരം ജനിക്കുന്നതും ഈശ്വര നിശ്ചയപ്രകാരം മരിച്ചു പോകുന്നതും ഒന്നും തന്നെ ജനന മരണം പോലും ആ സിദ്ധൻ അറിയുന്നില്ല. എന്നിട്ട് യഥാ, അത് ഏത് പ്രകാരമാണെന്നാണ് പറയുന്ന ഒരു ഉദാഹരണം. മദിരമതാന്ത, മദ്യലഹരി, മദ്യം കഴിച്ച് ലഹരി പിടിച്ച് ബോധം അന്ധനായ എന്ന് വെച്ചാൽ ബോധം നഷ്ടപ്പെട്ട ഒരുവൻ പരികൃതം വാസസ, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ശരീരത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് പോലും അവൻ അറിയില്ല അല്ലേ. മദ്യം കുടിച്ച് ലഹരി പിടിച്ച് ഇങ്ങനെ ആടി പോകുമ്പോൾ തുണിയൊക്കെ മേലിന്ന് ഊരിപ്പോയാൽ പോലും അവൻ അറിയില്ലല്ലോ, അവൻ എന്താ ചെയ്യണേന്ന് അവൻ പോലും അറിയില്ല ആ സമയത്ത് അല്ലേ. മദ്യലഹരിയിൽ അവൻ എന്തു ചെയ്യുന്നു, അവൻ എവിടെയാണ് കിടക്കുന്നത്, എന്തിലാണ് കിടക്കുന്നത്, അവൻ്റെ ശരീരത്തിൽ ദേഹമുണ്ടോ, ഇതൊന്നും തന്നെ അവൻ അറിയാൻ പറ്റില്ല. കാരണം അവൻ ആ ലഹരിയുടെ ഉന്മത്താവസ്ഥയിലാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ശരീരം ചലിക്കുന്നതും ശരീരം ജനിക്കുന്നതും മരിക്കുന്നതും കിടക്കുന്നതും ഇരിക്കുന്നതും ഉണരുന്നതും ഒന്നും തന്നെ മനസ്സില്ലാതാകുന്നതോടെ ഒരു യോഗി അറിയുന്നില്ല എന്ന്. അപ്പം അതിനൊരു ഉദാഹരണം അവിടെ പറഞ്ഞതാണ്. ശരീരത്തിൻ്റെ ചലനങ്ങൾ ഒരു മദ്യലഹരിയിലായിരിക്കുന്ന ആൾ ആ ലഹരി മത്ത് പിടിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അയാൾ അറിയില്ല. അയാൾ ഉണർന്ന് ആ ലഹരി പോകുമ്പോഴാണ് അയാൾ വേറൊരാൾ പറയുമ്പോഴേ അയാൾക്ക് അറിയാൻ പറ്റുള്ളൂ അയാൾ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചത്, ഇന്നതൊക്കെയാണ് പറഞ്ഞതെന്ന്. കാരണം അയാൾക്ക് അത് അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആ മനസ്സില്ലാതായ ഒരു യോഗിക്ക് ശരീരത്തിലെ ജനിക്കുന്നതും മരിക്കുന്നതും ഉണരുന്നതും ഉറങ്ങുന്നതും ഇരിക്കുന്നതും ഒന്നും തന്നെ ആ ഒരു സിദ്ധൻ അറിയുന്നില്ല. ശരീരത്തിൻ്റെ ചലനം, കാരണം മനസ്സില്ലാതാകുന്നതോടെ ശരീരത്തിൻ്റെ ചലനങ്ങളൊന്നും അറിയാത്ത അവസ്ഥയിൽ വരുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചോദ്യം എന്താ? അപ്പോൾ അങ്ങനെയുള്ള യോഗിമാരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവരും
ശരീരത്തിനൊരു കെയർ കൊടുക്കണ്ടേ? എന്ന് വെച്ചാൽ ശുദ്ധവും വൃത്തിയും വേണം. ശരീരം കുളിക്കണം, വൃത്തിയാക്കണം, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, എന്നാലൊക്കെ ശരീരം നിലനിൽക്കുകയുള്ളൂ അല്ലേ? ശരീരം ക്ഷേത്രത്തിൻ്റെതായ ഒരു കൊടുക്കേണ്ടതായ സംരക്ഷണം കൊടുത്താലേ ക്ഷേത്രത്തിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ശരീരം ശുദ്ധി വരുത്തണം, ഭക്ഷണം കൊടുക്കണം, ശരീരത്തിന് വേണ്ടതായ ജലപാനം ചെയ്യണം, വേണ്ടതായ കാര്യങ്ങൾ ആ ശരീരത്തിന് കൊടുത്താലേ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. പക്ഷേ ഒരു യോഗി, മനസ്സില്ലാതായ യോഗിക്ക് പിന്നെ ശരീരത്തെക്കുറിച്ചുള്ള യാതൊരു ബോധവുമില്ല, ശരീരത്തിൻ്റെ ഒന്നും തന്നെ അദ്ദേഹം അറിയുന്നില്ല എന്ന് വരുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് ആ വ്യക്തിയുടെ ശരീരം, ആ യോഗിയുടെ ശരീരം മുന്നോട്ട് നീങ്ങുക? നേരത്തിന് വിശപ്പ് പോലും ആൾ അറിയില്ല, ഭക്ഷണം കഴിക്കുക, ദാഹം അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അപ്പോൾ എങ്ങനെ ആ യോഗിയുടെ ശരീരം പിന്നെ ഇങ്ങനെ ഇരിക്കും? ഒരു സാധാരണക്കാരൻ്റെ ശരീരം ഇരിക്കുന്നത് പോലെ ഇരിക്കുക എന്ന് നമുക്ക് തോന്നും. അതിൻ്റെ ഉത്തരാണ് ശ്ലോകം 38 പറയുന്നത്. ദേഹഃ അഭി ദൈവവശഗഃ ഖലു കർമ്മ യാവത് സ്വാരംഭകം പ്രതിസമീക്ഷത ഏവ സ അസു തം സപ്രപഞ്ചം അധിരൂഢ സമാധിയോഗ സ്വാപ്നം പുനഃ ന ഭജതേ പ്രതിബുദ്ധ വസ്തുഃ. ദേഹഃ അഭി ദൈവവശഗഃ ഖലു കർമ്മ യാവത് സ്വാരംഭകം പ്രതിസമീക്ഷത ഏവ സ അസു തം സപ്രപഞ്ചം അധിരൂഢ സമാധിയോഗ സ്വാപ്നം പുനഃ ന ഭജതേ ബുദ്ധ വസ്തുഹോ. അങ്ങനെയുള്ള ദേഹഃ അഭി, അവരൊരു ശരീരത്തിൽ, അങ്ങനെയുള്ള സിദ്ധൻ അതിൻ്റെ ഉത്തരാണ് കേട്ടോ. അപ്പോൾ അവരുടെ ശരീരം എങ്ങനെയാണ് നിലനിന്ന് പോവാന്ന് നമുക്ക് തോന്നിയാൽ, അവരുടെ ദേഹഃ അഭി, അവർ ശരീരത്തിലാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും ദൈവവശഗഃ, ഭഗവാന്റെ നിയന്ത്രണത്തിലായിരിക്കും അവരുടെ ശരീരം പിന്നെയെന്ന്. അതായത് ആ ആത്മാവ്, ശരീരത്തെ സ്വീകരിച്ച ആത്മാവ് അറിഞ്ഞു ഞാൻ പുരുഷനാകുന്ന ആത്മാവാണ്, ഞാൻ ഇരുന്ന് കർമ്മം ചെയ്യുന്ന ശരീരമാണ് ഇത്, ഈ ശരീര മനോബുദ്ധിയെ ചലിപ്പിക്കുന്ന ശക്തി പ്രകൃതിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ശരീരത്തിൻ്റെ മനസ്സിനെ, ബുദ്ധിയെ ചലിപ്പിക്കുന്ന ശക്തിയായ പ്രകൃതി ശക്തിയിലാണ് ആ ആള് കർമ്മത്തെ സമർപ്പിക്കുന്നത്. കാരണം ഞാനല്ല കർമ്മം ചെയ്യുന്നത്, ആത്മാവല്ല കർമ്മം ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കർമ്മത്തെ സമർപ്പിക്കുന്നത് പ്രകൃതി ശക്തിയുടെ, പ്രകൃതി മാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ ആണ് കർമ്മത്തെ സമർപ്പിക്കുന്നത്. കാരണം കർമ്മം ചെയ്യാൻ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ശരീരത്തിനും ശക്തി നൽകുന്നത് പ്രകൃതിയിൽ നിന്നുള്ള ഊർജമാണ്. അപ്പം ചലിപ്പിക്കുന്നത് ശക്തിയാണെന്നറിഞ്ഞപ്പോൾ സകല കർമ്മത്തെയും പ്രകൃതിക്ക് സമർപ്പിച്ചില്ലേ? അപ്പോൾ പുരുഷൻ പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ആത്മാവാണ് തിരിച്ചറിഞ്ഞപ്പോൾ ആ പുരുഷൻ ഇരിക്കുന്ന ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും പിന്നെ സംരക്ഷിക്കാരായിരിക്കും? പ്രകൃതിയായിരിക്കും അല്ലേ? പ്രകൃതി എന്ന ആ ശക്തിയാണ്, ആ ദേവിയാണ് പിന്നെ ആ ശരീര മനോബുദ്ധിയെ സംരക്ഷിച്ചു കൊണ്ടുപോവുക, ആ ശരീരത്തെ സംരക്ഷിച്ചു കൊണ്ടുപോവുക പിന്നെ ആ പ്രകൃതി ശക്തിയാണ്. അതാണ് പറയുന്നത്, ആ യോഗി ശരീരത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ദൈവവശഗഃ, ഭഗവാന്റെ പ്രകൃതി ശക്തിയുടെ നിയന്ത്രണത്തിലായിരിക്കും അവരുടെ ശക്തി, അവരുടെ ശരീരം. ഖലു, തീർച്ചയാണ്. അപ്പോൾ കർമ്മയാവത്ത്, അവരുടെ കർമ്മം എന്താണോ ആ ജന്മത്തിൽ ആ കർമ്മം പൂർത്തി, ആ ശരീരം എടുത്തത് ആത്മാവ് അറിയാൻ എന്ന ജന്മലക്ഷ്യമാണെങ്കിലും ഒരു ശരീരം എടുത്തു കഴിയുമ്പോൾ മുൻജന്മ പ്രാരാബ്ധ ഫലമായിട്ട് അവർക്ക് ചില കർമ്മങ്ങൾ തീർക്കാനുണ്ടാവുമല്ലോ, അവർ തന്നെ ചെയ്തു വെച്ച പ്രാരാബ്ധ ഫലമായിട്ടുള്ള കുറേ കർമ്മങ്ങൾ തീർക്കാനുണ്ടാവും. കർമ്മയാവത്ത്, ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സ്വാരംഭകം, അവൻ ആരംഭിച്ച ആ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് ആരംഭിച്ചു വെച്ച് ചെയ്തു പോകുന്ന ആ കർമ്മങ്ങളെ പൂർത്തീകരിക്കാൻ അസു എന്ന് വെച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങളോടും കൂടിയുള്ള ആ ശരീരത്തെ പ്രതിസമീക്ഷത, സംരക്ഷിച്ചുകൊണ്ട് ആ പ്രവൃത്തിയെ ചെയ്യിപ്പിക്കുന്നത് പിന്നെ പ്രകൃതിയാണ് എന്ന്. അപ്പം അവരൊന്നും അറിയില്ല, അവർക്ക് ശരീരബോധം പോയി. പിന്നെ അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ച് ആ ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് മുഴുവൻ പ്രകൃതി എന്ന ശക്തിയാണ്. പ്രകൃതി എന്ന മാതാവിൻ്റെ നിയന്ത്രണത്തിൽ, അമ്മയുടെ നിയന്ത്രണത്തിലായിരിക്കും പിന്നെ ആ ശരീരം. കാരണം അവൻ മനസ്സാൽ ഞാനല്ല ചലിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ചലിക്കുന്ന ശക്തിയിൽ സകല കർമ്മങ്ങളും കൊടുത്തു. അവിടെ നിന്നാണ് ചലിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ അവിടെ നിന്നാണ് ചലിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ആ കർമ്മത്തെയും ആ ശരീരത്തെയും ആ കർമ്മത്തിൻ്റെ ഫലത്തെയും ആ പ്രകൃതിയിൽ സമർപ്പിച്ചു, ആ ശക്തിയിൽ സമർപ്പിച്ചപ്പോൾ പിന്നെ ആ ശരീരത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് പ്രകൃതി എന്ന അമ്മയാണ്. അപ്പോൾ അവൻ ജനിച്ചപ്പോൾ തുടങ്ങി വെച്ച അവൻ്റെ കർമ്മങ്ങളെ പൂർത്തീകരിക്കാൻ ഇന്ദ്രിയങ്ങളോടുകൂടി ആ ശരീരത്തെ
സാഹചര്യത്തെ സംരക്ഷിച്ച് ആ പ്രവർത്തനം പൂർത്തിയാക്കുന്നത് വരെ നിലനിർത്തി കൊണ്ടുപോകുന്ന തുടർന്ന് പിന്നെ ആ അമ്മയായിരിക്കും. അപ്പം അവരൊരു പ്രവൃത്തിയും ചെയ്യേണ്ട, കറക്റ്റ് സമയത്ത് ഭക്ഷണം അവരെ മുന്നിലെത്തും. വേറൊരു വ്യക്തിക്ക് അത് കൊണ്ടു കൊടുക്കാൻ തോന്നും അല്ലേ? ഭക്ഷണം എത്തും, പണം എത്തും, സഞ്ചരിക്കാനുള്ള പൈസ എത്തും, വസ്ത്രം എത്തും. അവർക്ക് എന്താണോ ആവശ്യം അതെല്ലാം പ്രകൃതി അവരുടെ മുന്നിൽ അതിനു വേണ്ട സാഹചര്യം യൂണിവേഴ്സ് തന്നെ ഒരുക്കി കൊടുക്കുന്നു. അവർക്കതിനു വേണ്ടി പ്രയത്നിക്കുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ആവശ്യമില്ലാന്ന്. കാരണം അവരതിൽ നിന്നൊക്കെ വിട്ടു. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ആ ശരീരത്തിൽ നിന്നും പൂർണ്ണമായാകുന്നു. ശരീരത്തിൻ്റെ ചലനം അറിയാത്ത അവസ്ഥയിലേക്ക് മനസ്സെത്തിയപ്പോൾ ശരീരത്തെ ആ ചലിപ്പിക്കുന്ന ശക്തിക്ക് തന്നെ കൊടുത്തപ്പോൾ ആ ശക്തിയാണ് പിന്നെ ശരീരത്തെ. അപ്പോൾ ആ ശരീരത്തിന് വേണ്ടത് എന്താണോ? ദാഹമുണ്ടോ? ഏതെങ്കിലും ഒരാൾക്ക് ആ ആളെ കാണുമ്പോൾ വെള്ളം മേടിച്ചു കൊടുക്കാൻ തോന്നും. അപ്പോൾ വെള്ളം കൊടുന്ന് മുന്നിൽ തരും. ഭക്ഷണം, വിശപ്പുണ്ടോ? ശരീരത്തെ നിർത്താൻ ഭക്ഷണം കൊടുന്നു തരും. എല്ലാം താമസിക്കാൻ വീട്, മുന്നോട്ട് സഞ്ചരിക്കാൻ എവിടെയെങ്കിലും പൈസ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ പൈസ സമ്പാദിക്കാൻ പണിയെടുക്കാൻ അവർക്ക് പോണ്ട, പൈസ അവരുടെ മുന്നിലെത്തും. എന്താണോ ആ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടത് അത് അവർ തുടങ്ങി വെച്ച കർമ്മം പൂർത്തീകരിക്കുന്നത് വരെ ആ ശരീരത്തെ സംരക്ഷിച്ച് ആ കർമ്മത്തെ പൂർത്തീകരിക്കാൻ പിന്നെ പ്രകൃതി എന്ന അമ്മയാണ് അതിന് താങ്ങായിട്ട് അതിനെ സഹായിക്കുന്നത്. അങ്ങനെ തം സപ്രപഞ്ചം, ആ സപ്രപഞ്ചം എന്ന് വെച്ചാൽ ആ പ്രപഞ്ചത്തോടു കൂടിയ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ആ ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന ബന്ധുമിത്രാദികൾ എന്നിവയിൽ നിന്നൊക്കെ അതിരൂഢ സമാധി യോഗ, അതിശക്തമായ യോഗ പരിശീലനത്തിലൂടെ സമാധി അവസ്ഥയിൽ എത്തി പ്രതിബുദ്ധ വസ്തു, പ്രതിബുദ്ധ വസ്തു എന്ന് വെച്ചാൽ ആ ആത്മതത്വം, പ്രതിബുദ്ധം, ആ ആത്മാവ് താൻ എന്ന അവസ്ഥയെ അനുഭവിച്ചറിഞ്ഞ ഒരു യോഗിക്ക് സപ്രപഞ്ചം, ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തോടു കൂടിയ എല്ലാ ബന്ധങ്ങളെയും സ്വപ്നം, ഈ പ്രപഞ്ചത്തെയും ഒരു സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇത് യഥാർത്ഥമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പുനഃ പിന്നെ നാ ഭജതേ, ആ ശരീരത്തെ പരിപോഷിപ്പിക്കാൻ അവൻ ഒന്നും ചെയ്യില്ല എന്ന്. അപ്പോൾ ആ യോഗ പരിശീലനത്തിലൂടെ, ധ്യാനത്തിലൂടെ സമാധി അവസ്ഥയെ പ്രാപിച്ച് ആത്മതത്വത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു യോഗിയുടെ മനസ്സ് ഈ പ്രപഞ്ചവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരവും അതിനോട് ചേർന്നുണ്ടായ സകല ബന്ധങ്ങളും കടമകളും ഉത്തരവാദിത്തങ്ങളും ഇതൊക്കെ ഒരു സ്വപ്നം മാത്ര, യഥാർത്ഥമല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവൻ ആ ശരീരത്തെ പരിപോഷിപ്പിക്കാനുള്ള സകല കർമ്മങ്ങളെയും അതോടെ ഉപേക്ഷിക്കുന്നു, പിന്നെ അത് ചെയ്യുന്നില്ല. അപ്പോൾ പ്രകൃതിയിലേക്ക് തന്നെ സമർപ്പിച്ച ആ ശരീരത്തെ പിന്നീട് പ്രകൃതി എന്ന അമ്മയാണ് സംരക്ഷിക്കുന്നത്. അറിയേണ്ടതിനെ അവൻ അറിഞ്ഞു, പക്ഷെ അവൻ ജനിച്ച അന്നു മുതൽ അവൻ ആരംഭിച്ചു വെച്ച കർമ്മത്തെ പൂർത്തീകരിക്കാനുള്ള ആ പഞ്ചേന്ദ്രിയങ്ങളോടുകൂടി ആ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ട സകല സാഹചര്യങ്ങളെയും ആ ആ യോഗിയുടെ മുന്നിൽ കൊടുത്തുകൊണ്ട് ആ ശരീരത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് പിന്നീട് പ്രകൃതി എന്ന ശക്തിയാണ്. കാരണം ആ ശരീരം, ആ യോഗി ഇനി മനസ്സിലൊരു കർമ്മം ബാക്കി വെച്ച് പോകാൻ പാടില്ല അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ച് അത് മുഴുമിപ്പിക്കാൻ കഴിയാതെ ബാക്കി വെച്ച് ഇനി ആ ശരീരത്തിൽ നിന്ന് പോകരുത്. കാരണം ഇനി അവർക്കൊരു പുനർജന്മം ഇല്ല. അറിയേണ്ടതിനെ അറിഞ്ഞു. അപ്പോൾ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുന്നതിന് മുൻപ് തുടങ്ങി വെച്ച കർമ്മങ്ങളെ പൂർത്തീകരിച്ചതിന് ശേഷമേ അത് പോവൂ. കാരണം പിന്നീട് ഒരു തിരിച്ചുവരവില്ല. എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കുമ്പോൾ ആ പോകുന്ന മനസ്സ് അയ്യോ അത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ലല്ലോ, അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ചിന്തയോടുകൂടി പോയാൽ തിരിച്ചു വരേണ്ടി വരും. ഒരു ബന്ധനായില്ലേ അത്, അപ്പോൾ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ എന്താ പ്രകൃതി ചെയ്യാന്നോ? പുരുഷനാണ് ചലിക്കുന്നത്, ഞാനല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രകൃതി പിന്നെ എന്താ ചെയ്യുക? എന്താണോ തുടങ്ങി വെച്ച കർമ്മം അത് പൂർത്തീകരിക്കുന്നത് വരെ ആ ശരീരത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല, ശരീരത്തെ പരിപോഷിപ്പിക്കാൻ. പക്ഷെ ആ ശരീരത്തെ നിലനിർത്താൻ വേണ്ട എല്ലാതും അവരുടെ മുന്നിൽ പ്രകൃതി തന്നെ പ്രകൃതിദത്തമായ രീതിയിൽ വന്നു ചേർന്ന് അവരുടെ ശരീരത്തെ സംരക്ഷിച്ച് നിലനിർത്തി അവർ തുടങ്ങി വെച്ച കർമ്മത്തെ അപൂർണ മനസ്സോടെ പൂർത്തീകരിച്ചതിന് ശേഷമേ പിന്നെ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോവാൻ പ്രകൃതി സമ്മതിക്കൂ. കാരണം പിന്നെ ഒരു തിരിച്ചു വരവില്ല. അത് ബാക്കി വയ്ക്കാൻ പ്രകൃതി സമ്മതിക്കില്ല. പിന്നെ പ്രകൃതിയാണ് ആ ശരീരത്തെ നയിക്കുന്നത് എന്നർത്ഥം. ഇനി ശ്ലോകം 39. യഥാ പുത്രാദിച്ച വിത്താദിച്ച പൃഥക് മർത്യ പ്രതീയതേ ആത്മത്വേന അഭിമതാത് ദേഹാദേ പുരുഷ തഥാ. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാനട്ട. യഥാ എപ്രകാരമാണോ പുത്രാദിച്ച പുത്രനിൽ നിന്ന്, വിത്താദിച്ച
വിത്താതെന്ന് വെച്ചാൽ വിത്ത്, സമ്പത്ത്, സമ്പത്തിൽ നിന്ന് പൃഥക് വേറെയായിട്ടുള്ള ആളാണ് മർത്യഹ ഞാൻ എന്ന് ഒരു മനുഷ്യൻ പ്രതീയതേ മനസ്സിലാക്കുന്നത്. എപ്പോൾ മനസ്സിലാക്കുന്നത്? ആത്മത്വേന അഭിമതാത്. ആത്മത്വേന എന്ന് വെച്ചാൽ ഇവിടെ ആത്മത്വേന എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരമാണ്. ഞാൻ ശരീരമാണ് എന്ന് കരുതി, അഭിമതാത് എന്ന് വെച്ചാൽ അതിന് ചിന്തിച്ച് ആ വ്യക്തിബോധത്തിൽ അല്ല ആ ചുറ്റുപാടുമുള്ള എല്ലാവരോടുമുള്ള മമതയോടുകൂടി ലൗകിക ജീവിതം നയിക്കുന്ന കാലത്ത് പോലും ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ ഈ ശരീരമാണ്, അതാണ് ആത്മത്വേന അഭിമതാത്ത്. അങ്ങനെ ചിന്തിച്ച് ഞാൻ എൻ്റെ എന്ന വ്യക്തിബോധം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ജോലി, അങ്ങനെ എല്ലാവിധ ലൗകിക കാര്യങ്ങളോടും വ്യാപൃതനായിട്ട് ജീവിക്കുമ്പോൾ എന്ന് വെച്ചാൽ എങ്കിൽ പോലും അങ്ങനെ ജീവിക്കുമ്പോൾ പോലും ഒരു കാര്യം ശ്രദ്ധിക്കുക, പുത്രനിൽ നിന്നും സമ്പത്തിൽ നിന്നും പണത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ എന്ന് ഒരു മനുഷ്യൻ കരുതുന്നു. എങ്ങനെയത് കരുതുക? മകനെ അല്ലെങ്കിൽ മകളെ നോക്കിയിട്ട് നമ്മൾ എന്താ പറയുക? അത് ഞാനാണെന്നാണോ പറയാ? അല്ല, എന്താ പറയാ? അത് എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്. അപ്പം ഞാനല്ല, അത് എൻ്റെ മകളാണ്, ഞാൻ വേറെയാണ്, അത് എൻ്റെ മകളാണ് അല്ലെങ്കിൽ എൻ്റെ മകനാണ്. ഈ പൈസ എൻ്റെ പൈസയാണ്, ഈ വീട് എൻ്റെ വീടാണ്, ഈ സ്ഥലം എൻ്റെയാണ്, ഈ സമ്പാദ്യം എൻ്റെയാണ്. അപ്പം എൻ്റെയാണെന്നാണ് പറയണത്. എന്ന് പറയുമ്പോൾ ഞാൻ വേറെയാണെന്ന് അല്ലേ? ആ പണം ഞാനാണ്, ഈ മകൻ ഞാനാണ്, മകള് ഞാനാണെന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല, എൻ്റെയാണെന്ന്. അപ്പം ഈ എൻ്റെയാണെന്ന് പറയണ ഞാൻ വേറെയാണ് അല്ലേ? ഞാനിവിടെ ഉണ്ട്, ഇതൊക്കെ എൻ്റെയാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇതൊന്നും ഞാനല്ല. പണവും സമ്പത്തും വീടും ഭൂമിയും ബാങ്ക് ബാലൻസും അതുപോലെ മകനാണോ മകളാണോ ഭാര്യ അച്ഛൻ അമ്മ, ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോഴും ലൗകിക ജീവിതത്തിൽ ഇരിക്കുമ്പോൾ പോലും ഇതൊക്കെ നമ്മളെങ്ങനെയാ പറയണേ? ഇതൊക്കെ ഞാനാണെന്നല്ല പറയുന്നത്, ഇതൊക്കെ എൻ്റെയാണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പം ഞാൻ വേറെയാണ്, ഇത് വേറെയാണെന്ന് അപ്പോൾ പോലും നമ്മൾ പറയണമെന്ന് അല്ലേ? അതൊന്നും ഞാനല്ല, ഇതൊക്കെ ഞാൻ വേറെയാണ്, ഇതൊക്കെ എൻ്റെയാണ്, ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കവനാണ് ഞാൻ എന്ന് ഒരു മർത്യ പ്രതീയത ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ട് ഒരു ലൗകിക ജീവിതം നയിക്കുമ്പോൾ പോലും. അതുപോലെ പുരുഷ ജീവാത്മാവ് ദേഹാദേ, ദേഹം ഞാനല്ല എന്നറിയുന്നത്. ഒരു യോഗിയുടെ ജീവാത്മാവ് ഈ ശരീരം ഞാനല്ല എന്നറിയുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞതാ. കറക്റ്റാണല്ലേ? നമ്മളൊക്കെ കുടുംബജീവിതത്തിലും ലൗകിക ജീവിതത്തിലും ഇരിക്കുമ്പോൾ പോലും പണമായാലും മക്കളായാലും ഭാര്യ ആയാലും ഭർത്താവാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും എൻ്റെ എന്നാ നമ്മൾ പറയാ, ഞാനാണെന്ന് പറയില്ല. അതൊന്നും നോക്കി ഞാനാന്ന് പറയില്ല. അപ്പോൾ ഞാൻ എന്നൊരാൾ ഇവിടെ വേറെയുണ്ട്, ഇതൊക്കെ എൻ്റെയാണ് എന്ന് മാത്രമേ നമ്മൾക്ക് പറയുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ വേറെ ഇതൊക്കെ വേറെ എന്ന ഒരു വെവ്വേറെയാണെന്നുള്ളൊരു ചിന്ത ഇതൊക്കെ അനുഭവിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ വേറെ, ഇതെൻ്റെ പണം വേറെ, അതുകൊണ്ടാണ് എൻ്റെ ആണെന്ന് പറയുന്നത്. മകൻ വേറെ അല്ലെങ്കിൽ മകള് വേറെ, അതുകൊണ്ടാണ് എൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ പോലും ഞാൻ വേറെ ഇത് വേറെ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതുപോലെയാണ് ഒരു യോഗി ഞാൻ പുരുഷനാണ്, ജീവാത്മാവാണ്, ഈ ദേഹമല്ല എന്ന് തിരിച്ചറിയുന്നത് എന്ന്. വളരെ നല്ലൊരു ഉദാഹരണമായിരുന്നു അത്. ഇനി ശ്ലോകം 40. യഥാ ഉൽമുഖാത് വിസ്ഫുലിംഗാത് ധൂമാത് വ അഭി സ്വസംഭവാത് അഭി ആത്മത്വേന അഭിമതാത് യഥാ അഗ്നി പ്രദക് ഉൽമുഖാത്. യഥാ ഉൽമുഖാത് വിസ്ഫുലിംഗാത് ധൂമാത് വ അഭി സ്വസംഭവാത് അഭി ആത്മത്വേന അഭിമതാത് യഥാ അഗ്നി പ്രദക് ഉൽമുഖാത്. ഇനി ഒരു ഉദാഹരണം പറയുന്നതാണ് ഇത് കേട്ടാ. യഥാ അഗ്നി, എപ്രകാരമാണോ അഗ്നി ആത്മത്വേന അഭിമതാത്. തൊട്ടു മുന്നേ നമ്മൾ ഈ വരി പറഞ്ഞിരുന്നു, ആത്മത്തേന അഭിമതാത് എന്ന് വെച്ചാൽ ഞാൻ അഗ്നിയുമാണ്, ഞാൻ അഗ്നിയാണ്, ഞാൻ തന്നെയാണ് ഇതൊക്കെ എന്ന് കരുതുന്നു എങ്കിൽ പോലും, അതാണ് എപ്രകാരമാണോ അഗ്നി ഇപ്പോൾ വിറകിൽ തീ പിടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ചെറിയൊരു കഷ്ണം വിറകാണ്, ചുള്ളിക്കമ്പാണെങ്കിൽ ചെറുതായിട്ടേ കത്തുള്ളൂ. ചിലപ്പോൾ വലുതാണെങ്കിൽ മരമാണെങ്കിൽ ആളിക്കത്തുന്നു. ചിലപ്പോൾ തീയിൽ നിന്നും തീ കണങ്ങൾ ഇങ്ങനെ സ്ഫുലിംഗങ്ങൾ വരും. ചിലപ്പോൾ അത് കത്താണ്ട് ഇങ്ങനെ കെട്ടാറി പുകഞ്ഞു നിൽക്കും. ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും അഗ്നിക്ക് ഇതിനോടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ അഗ്നിയാണ് ഇങ്ങനെയുള്ള രൂപങ്ങൾ പ്രാപിക്കുന്നത് എന്ന് തോന്നുമ്പോൾ പോലും വെവ്വേറെ ഉന്മുഖാത്, ആ വിറകിൽ നിന്നും വ്യത്യസ്ത
വ്യത്യസ്തമാണ് ഞാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഗ്നി അറിയുന്നു. യഥാ ഏതുപോലെ, ഉൽമുഖാദ് എന്ന് വെച്ചാൽ വിറകിൽ ജ്വാലയായിട്ട് അഗ്നി കത്തുക, വിസ്ഫുലിംഗാദ് എന്ന് വെച്ചാൽ തീപ്പൊരിക്കണങ്ങളായി സ്ഫുലിക്കുക. ഇനി ധൂമാത് പുകയായി വരുമ്പോഴും വാ അഭി സ്വസംഭവാത്ത്, ഇവയെല്ലാം അഗ്നിയിൽ നിന്നാണ് സ്വസംഭവാത്ത് സംഭവിക്കുന്നത് എങ്കിൽ പോലും അഗ്നിയുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അഗ്നിയുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ? ഇല്ല. കത്തുന്ന വിറകിനെ ആസ്പദമാക്കിയിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. ചെറിയ കഷ്ണം ചുള്ളിക്കമ്പാണെങ്കിൽ ഒരു രീതിയിൽ, വലിയ മരമാണെങ്കിൽ വേറെ രീതിയിൽ. ഇനി ചെറിയ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അഗ്നി കത്താതെ പുകഞ്ഞു നിൽക്കും, ചിലപ്പോൾ തീപ്പൊരി കണങ്ങളായി വരും. ഇതൊക്കെ കത്തുന്ന വിറകിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ. നമുക്ക് തോന്നും ഇതൊക്കെ അഗ്നിയാണെന്ന്, അഗ്നിയുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് തോന്നിയാൽ പോലും യഥാർത്ഥത്തിൽ അഗ്നിക്ക് ഒരു സ്വഭാവമേ ഉള്ളൂ. പക്ഷെ കത്തുന്ന അഗ്നി കയറി പിടിക്കുന്ന വിറകിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ചിലപ്പോൾ പുകയായിരിക്കാം, ചിലപ്പോൾ വലിയ അഗ്നിയായിരിക്കാം, ചിലപ്പോൾ തീക്കണങ്ങളായിരിക്കാം, ചിലപ്പോൾ ചെറിയ അഗ്നിയായിരിക്കാം. അതിൽ വരുന്ന വ്യത്യാസം വിറകിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ്. അഗ്നിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നതുപോലെയാണ് അതിൻ്റെ ബാക്കി ഇനി 41ാമത്തെ ശ്ലോകത്തിൽ. അതുപോലെയാണ് ഭൂത ഇന്ദ്രിയ അന്ധകരണാത് പ്രധാനാത് ജീവസഞ്ചിതാത് ആത്മതഥാ പൃഥക് ദ്രഷ്ട ഭഗവാൻ ബ്രഹ്മസംചിത ഭഗവാൻ ബ്രഹ്മസംചിത. ഭൂത ഇന്ദ്രിയ അന്ധകരണാത്, ഇതുപോലെയാണ് പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ, ഇവയെല്ലാം പ്രധാനാത് എന്ന് വെച്ചാൽ പ്രകൃതി, ജീവസംചിതാത് എന്ന് വെച്ചാൽ ജീവൻ എന്ന് പേരുള്ള, ജീവസഞ്ചിതാത് എന്ന് വെച്ചാൽ ജീവൻ എന്ന് പേരുള്ള ദൃഷ്ട, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ഭഗവാൻ ബ്രഹ്മസഞ്ചിത, ജീവൻ എന്ന് പേരുള്ള ആ ഭഗവാൻ, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ഭഗവാൻ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനാത് എന്ന് പറയുന്നത് പ്രകൃതിയെയാണ്. ആ പ്രകൃതിയെ ബ്രഹ്മസംചിത, അതായത് ബ്രഹ്മം എന്ന് പേരുള്ള ആ പ്രകൃതിയെ ആത്മാവ് തഥാ അതുപോലെ പൃഥക് ഭിന്നനാകുന്നു എന്ന്. അപ്പോൾ ബ്രഹ്മം എന്ന് പേരുള്ള പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ ഇങ്ങനെ എല്ലാത്തിനോടും കൂടിയ പ്രകൃതിയിൽ നിന്ന് ഭിന്നമാണ് ജീവൻ എന്നു പേരുള്ള എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ജീവാത്മാവെന്ന്. എന്നാൽ ആ ജീവാത്മാവ് കയറിപ്പിടിക്കുന്ന പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അതിൻ്റെ രീതികളിൽ വ്യത്യാസം വരും. പക്ഷേ ജീവാത്മാവിന് ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ അഗ്നി ഒരു വിറകിലേക്ക് കയറി പിടിക്കുമ്പോൾ വിറകിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ആ അഗ്നിക്ക് വ്യത്യാസം വരും. ചിലപ്പോൾ ആളിക്കത്തും, ചിലപ്പോൾ തിരി നാളായിരിക്കും, ചിലപ്പോൾ തീ കണങ്ങളായിരിക്കും, പുകയായിരിക്കും. അത് വിറകിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് വരുന്ന വ്യത്യാസമാണ്. അഗ്നിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അതുപോലെ അന്ധകരണങ്ങൾ ഇവയൊക്കോടുകൂടിയ പ്രകൃതി എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ഇരിക്കുന്ന ജീവൻ എന്നു പേരുള്ള ദ്രഷ്ടാവായിരിക്കുന്ന, സാക്ഷിയായിരിക്കുന്ന ആത്മാവിന് ഈ പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന സാക്ഷിയാണ്. അതിന് ഈ പ്രകൃതിയോട്, പഞ്ചഭൂതങ്ങൾ, ഈ അന്ധകരണങ്ങൾ ഇതിനോടൊന്നും യാതൊരു ബന്ധമില്ല. അപ്പോൾ ഇവിടെ തീ എന്ന് പറയുന്നത് ആത്മാവും വിറക് എന്ന് പറയുന്നത് പ്രകൃതിയുമാണ്. അതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറും. പക്ഷെ ആത്മാവിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 42. സർവഭൂതേഷു ച ആത്മാനം സർവഭൂതാനി ച ആത്മനി ഇക്ഷേത അനന്യഭാവേന ഭൂതേഷു ഇവ തദാത്മതാം. വളരെ ശ്രേഷ്ഠമായൊരു വരിയാണ് കേട്ടോ. സർവഭൂതേഷു ച ആത്മാനം, എല്ലാ ചരാചരങ്ങളിലും ഇരിക്കുന്നത് ഒരൊറ്റ ആത്മാവാണ്. ഇനി സർവഭൂതാനി ച ആത്മനി, എല്ലാ ചരാചരങ്ങളും ച ആത്മനി എന്ന് വെച്ചാൽ അതിൻ്റെ ആ ശരീരം ഉണ്ടായത് ഭൂതേഷു ഇവ, ഭൂതേഷു ഒരേ ഒരു പഞ്ചഭൂതങ്ങളാകുന്ന, നമ്മൾ പഠിച്ചില്ലേ, ആകാശം, ഭൂമി, അഗ്നി, വായു, ജലം, ഒരേ പഞ്ചഭൂതങ്ങളാകുന്ന ആ ഒരേ തന്നെ ഒന്നാകുന്ന ആ പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, ഒരേ പഞ്ചഭൂതങ്ങൾ, അതിൽ നിന്നും തദാത്മാനം ഉണ്ടായ ശരീരമാണ് സർവഭൂതാനി, എല്ലാ ചരാചരങ്ങളുടെയും എന്ന് ഈക്ഷേത കാണാനായിട്ട് സാധിക്കണം. അനന്യഭാവേന, ഭേദചിന്തയില്ലാതെ എന്ന്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും, മനുഷ്യരായാലും മൃഗമായാലും മത്സ്യമായാലും പക്ഷിമൃഗാദികളായാലും സസ്യങ്ങളായാലും എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും, എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ഒരേ ഒരു ചൈതന്യം.
അതിന് വ്യത്യാസമില്ല. ഇനി ആ ഉണ്ടായ ശരീരവും സർവ്വചരാചരങ്ങളുടെയും ശരീരം എന്ന് പറയുന്നത് ഒരേ ഒരു പ്രകൃതിയിൽ നിന്ന് ആദ്യമുണ്ടായ പഞ്ചഭൂതങ്ങളിൽ നിന്നുമാണ് എല്ലാ ശരീരവും ഉണ്ടായത്. സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും മത്സ്യങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാത്തിൻ്റെയും ശരീരം ഉണ്ടായത് ആ ഒരേ പഞ്ചഭൂതങ്ങൾ, വ്യത്യസ്ത പഞ്ചഭൂതങ്ങളല്ല. ആ ആകാശം, ഭൂമി, അഗ്നി, വായു, ജലം, ഈ ഒരേ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് സർവ്വഭൗതിക ശരീരവും ഉണ്ടായത്. അപ്പോൾ ശരീരം കൊണ്ട് വ്യത്യാസമില്ല. ഇനി ആ ശരീരത്തിലിരിക്കുന്ന ആത്മാവാകുന്ന പുരുഷനും ഒന്നെ. അപ്പോൾ ജീവാത്മാവിനും വ്യത്യാസമില്ല, നിർമ്മിതമായ ശരീരത്തിനും വ്യത്യാസമില്ല. എല്ലാ ചരാചരങ്ങളുടെയും ശരീരം ഒരേ പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായത്. അങ്ങനെ അനന്യഭാവേന വ്യത്യസ്തമായ ഭേദചിന്തയില്ലാതെ കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കിയപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിലും ആ ഒരേ ആത്മാവ് ശരീരമാണെങ്കിൽ ഒരേ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായതും. അപ്പോൾ വ്യത്യാസങ്ങളില്ലാതെ ഭേദചിന്തയില്ലാതെ കാണാൻ പഠിക്കുക. ശ്ലോകം 43. സ്വയോനിഷു യഥാ ജ്യോതി ഏകം നാനാ പ്രതീയതേ യോനിനാം ഗുണവൈഷമ്യാത് തദാത്മാ പ്രകൃതൗ സ്ഥിത. അപ്പോൾ പിന്നെ വ്യത്യസ്ത രൂപങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? ആത്മാവ് ഒന്നാണെന്നുള്ളത് ഓക്കെ, ശരീരം ഒരേ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് വന്നത് എന്നതും നമ്മുടെ മനസ്സ് സമ്മതിച്ചു. അപ്പോൾ പിന്നെ മനുഷ്യരിൽ തന്നെ സ്ത്രീ പുരുഷൻ, അതിൽ തന്നെ ഒരു മനുഷ്യനും വേറൊരാളെ പോലെ ആവുന്നില്ലല്ലോ. എല്ലാവരും ഏതെങ്കിലും തരത്തിൽ രൂപത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാവരുടെ മനസ്സും വ്യത്യസ്തമാണ്. പക്ഷികൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ, അങ്ങനെ എല്ലാ ഭേദങ്ങളും വ്യത്യാസങ്ങൾ എവിടെ നിന്ന് വന്നു? അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. സ്വയോനിഷു, അതായത് സ്വയോനിഷു എന്ന് വെച്ചാൽ വിറകിൻ്റെ രൂപത്തിൽ യഥാ എപ്രകാരമാണോ ജ്യോതി ഒരേ ഒരു അഗ്നി ഏകം, ജ്യോതി ഏകം ഒരേ ഒരു അഗ്നി നാനാപ്രതീയതേ, ഒരു വിറകിൽ കയറി പിടിക്കുന്ന അഗ്നി ഒരേ ഒരു അഗ്നിയാണ്. പക്ഷെ വിറകിൻ്റെ രൂപത്തിനനുസരിച്ച് നാനാപ്രതീയതേ, ഈ അഗ്നിക്ക് പല വിധത്തിലുള്ള ഭാവങ്ങൾ പ്രകടമാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ തീക്കണങ്ങളായിരിക്കും, ചിലപ്പോൾ ആളിക്കത്തലായിരിക്കും, ചിലപ്പോൾ ചെറിയ തീയായിരിക്കും, ചിലപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കും. വിറകിൻ്റെ രൂപത്തിനനുസരിച്ച്, സ്വഭാവത്തിനനുസരിച്ച് അഗ്നി പല വിധത്തിൽ പ്രകടമാകുന്നതാണ്. എന്നതുപോലെ ഗുണവൈഷമ്യാത്, ഏതു ഗുണം? പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ വ്യതിചലനത്താൽ യോനിന, വ്യത്യസ്ത യോനികളിൽ തദാത്മാനം, തഥാ അതുപോലെ ആത്മാവ് പ്രകൃതൗ സ്ഥിത, ഭൗതിക പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ ത്രിഗുണങ്ങളുടെ വ്യതിചലനത്തിനനുസരിച്ച് വ്യത്യസ്ത യോനിയിൽ ജനിച്ച് വ്യത്യസ്ത സ്വഭാവം, വ്യത്യസ്ത ശരീര രൂപത്തോടു കൂടി കാണപ്പെടുന്നത് മായയുടെ സ്വാധീനം, ത്രിഗുണങ്ങളുടെ സ്വാധീനത്താലാണ്. അല്ലാതെ പുരുഷൻ്റെ വ്യത്യാസമല്ല എന്ന്. അഗ്നിക്കൊരു വ്യത്യാസമില്ല. കയറി പിടിക്കുന്ന വിറകിൻ്റെ രൂപത്തിനനുസരിച്ച് കാണുന്ന അഗ്നി പല രൂപത്തിൽ നമുക്ക് കാണപ്പെടുന്നത്, അല്ലാതെ അഗ്നിക്ക് വ്യത്യാസമില്ല. അതുപോലെ അഗ്നിയാകുന്ന ആത്മാവിന് വ്യത്യാസമില്ല. ആത്മാവ് ഇരിക്കുന്ന ശരീരം ഏതു യോനിയിലൂടെ പുറത്തു വരുന്നു എന്ന് തീരുമാനിക്കുന്നത് എന്താ? പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ്. അപ്പോൾ ആ മായയുടെ ത്രിഗുണങ്ങളുടെ വ്യതിചലനത്താൽ വ്യത്യസ്ത യോനിയിലെ വ്യത്യസ്ത രൂപത്തിലെ വ്യത്യസ്ത സ്വഭാവത്തോടെ മനസ്സോടെ പിറക്കുന്നു. അല്ലാതെ ആത്മാവിന് ഒരു സ്വാധീനവും ഇതിലില്ല. ആത്മാവ് ഒന്നേയുള്ളൂ. പല പല വ്യത്യാസങ്ങൾ കാണുന്നത് ശരീരവും ഒന്നേയുള്ളൂ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരമാണ് സർവ്വചരാചരങ്ങളുടെ. പക്ഷെ ആ ശരീരം, നിർമ്മിതമായ ശരീരം പല രീതിയിൽ കാണുന്നു അല്ലേ? മനുഷ്യവർഗം, സസ്യങ്ങൾ, മൃഗങ്ങൾ, മത്സ്യങ്ങൾ, പക്ഷികൾ, അതിൽ തന്നെ വ്യത്യസ്ത ജാതികൾ. അങ്ങനെ കാണുന്നതിൻ്റെ കാരണം ത്രിഗുണങ്ങളുടെ വ്യതിചലനമാണ് എന്നും പറഞ്ഞു കൊടുത്തു. ശ്ലോകം 44, അവസാന ശ്ലോകം. തസ്മാത് ഇമാം സ്വാം പ്രകൃതി ദൈവീം അസത് ആത്മികാം ദുർവിഭാവ്യാം പരാഭാവ്യ സ്വരൂപേണ അവതിഷ്ഠതേ. തസ്മാത്, അതുകൊണ്ട്, ഇമാം, ഈ സ്വാം പ്രകൃതി, അതായത് ഈ സ്വന്തം ഭൗതിക ശക്തിയാകുന്ന ദൈവീം, ഈ ദേവിയെ, ഇപ്പം നമ്മുടെയൊക്കെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആ പ്രകൃതി ശക്തിയാകുന്ന ദേവിയെ
സദസത്താത്മികം, സത്തായും അസത്തായതുമായ എല്ലാമായിരിക്കുന്നത്. അതായത് ശരീരമായതും ശരീരത്തിന് ശക്തി നൽകുന്ന ഊർജമായതും കാര്യവും കാരണവുമായിരിക്കുന്ന എല്ലാമായിരിക്കുന്ന നമ്മുടെയൊക്കെ കൂടി ഉള്ളിലിരിക്കുന്ന ആ പ്രകൃതി ശക്തി എന്ന ദേവിയെ ദുർവിഭാവ്യാം, മനസ്സിലാക്കാൻ എളുപ്പമല്ലാന്ന് ആ ശക്തിയെ അറിയാൻ. അങ്ങനെയുള്ള ആ ദേവിയെ പരാഭാവ്യ, പരാഭാവ്യ എന്ന് വെച്ചാൽ കീഴടക്കുക എന്ന്. അമ്മയെ ദേവിയെ എങ്ങനെയാ തോൽപ്പിക്കുക? ദേവിയാണ് ചലിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ പാദങ്ങളിൽ, ദേവിയിൽ പ്രകൃതിയിൽ ശരണാഗതി അടഞ്ഞ ദേവിയെ തോൽപ്പിച്ചു, പ്രകൃതിയെ തോൽപ്പിച്ചു എന്ന്. അതായത് അങ്ങനെ ശരണാഗതി അടയുന്നവരുടെ മുന്നിലാണ് ദേവി കീഴടങ്ങിയിട്ട് അവരെ കൊണ്ടുപോകുന്നത് ആ പരമതത്വത്തിലേക്ക്. അപ്പോൾ മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള, അതുപോലെ സത്തും അസത്തുമായ എല്ലാത്തിനും കാരണഭൂതയായ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ആ പ്രകൃതി ശക്തിയാകുന്ന ദേവിയെ മനസ്സിലാക്കി ചലിപ്പിക്കുന്നത് ആ പ്രകൃതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ ദേവിയെ പരാജയപ്പെടുത്തി കഴിഞ്ഞ് സ്വരൂപേണ അവതിഷ്ഠതേ, ഞാൻ ആത്മാവാണെന്നറിഞ്ഞ് അതിൽ അവതിഷ്ഠതേ, സ്ഥിരമായി ഉറച്ചു നിന്ന് ജീവിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിച്ചു. അപ്പോൾ പ്രകൃതി ശക്തിയെ തിരിച്ചറിഞ്ഞ് ആ പ്രകൃതി ശക്തിയെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? മായ കളിക്കും അവിടെ. മായ പല പല വ്യതിയാനങ്ങളും പല പല സാഹചര്യങ്ങളും കൊണ്ടുവന്ന് നമ്മളെ അതിലേക്ക് പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആ പ്രകൃതി ശക്തിയെ തിരിച്ചറിഞ്ഞ് സ്വന്തം ആ ശക്തിയായിരിക്കുന്ന, സകലതിനും മനസ്സും ശരീരവും ബുദ്ധിയും ചലിക്കാൻ ശക്തിയായിരിക്കുന്ന ആ പ്രകൃതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ്, അങ്ങനെ തിരിച്ചറിഞ്ഞ് ആ പ്രകൃതിയിൽ സമർപ്പിതമായ മനസ്സ് വരുമ്പോൾ പ്രകൃതി കീഴടക്കിയവളാകുന്നു, അവരാകുന്നു നമ്മൾ. അങ്ങനെ പ്രകൃതി ശക്തിയാകുന്ന ദേവിയെ കീഴടക്കി ഞാൻ ആത്മാവാണ് എന്ന സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യൂ, ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.